ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി? എത്രത്തോളം അതൊക്കെ എൻജോയ് ചെയ്യും ഇപ്പോൾ? ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് അനുമോളിനെ എന്നെക്കാളും കൂടുതൽ പരിചിതമായ ഒരു ഫേസാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും രസം റിയാക്ഷൻസ് കാണാം. ആൾക്കാരൊന്ന് പെട്ടെന്ന് നോക്കി പിന്നെ വീണ്ടും നോക്കി അതാ. അപ്പോൾ അനുവിനെ പെട്ടെന്ന് ഒരു 30 സെക്കൻഡ്സിൽ റെക്കഗ്നൈസ് ചെയ്യാ വെച്ചാൽ എന്നെ ഒരു 20 സെക്കൻഡ് ലാഗായി ഇപ്പോൾ. എന്നുവെച്ചാൽ എവിടെയോ കണ്ട് വരച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ആരാന്ന് പറയില്ല. പിന്നെ അപ്പോൾ പക്ഷേ ഈ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ മൂവിക്കും 3.5 മില്യൺ വ്യൂസ് ഓൺലൈനിലുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഭയങ്കര റീകോളാണ്. എന്നെ കണ്ട റോക്ക് സ്റ്റാർ ചേച്ചി എന്നാണ് ഇപ്പോൾ വിളിക്കുക. പേരൊന്നും അറിയില്ല, പക്ഷെ റോക്ക് സ്റ്റാർ ചേച്ചി. ഇപ്പോൾ ലോനപ്പിൻ്റെ മാമോദീസാല് എനിക്ക് ലുക്ക് ഭയങ്കര വ്യത്യാസമാണ്. അത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന അവിടെ ഇരിക്കുമ്പോൾ പോലും ഞാനിപ്പോൾ അതിങ്ങനെ ആലോചിക്കായിരുന്നു. ശരിക്കും അതിലും വളരെ വലിയ ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ്. അതിപ്പോൾ അതിൽ തന്നെ പകുതി ജോബ് അവർ അച്ചീവ് ചെയ്തില്ലേ ലുക്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ. അപ്പോൾ സെറ്റിൽ വെയിറ്റ് മഞ്ഞപ്ര എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജിൽ ഇരിക്കണ വരെ അവിടെ വരെ റോക്ക് സ്റ്റാർ ചേച്ചീനെ കാണാൻ വന്നതാണ് ഞങ്ങൾ പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വെരി സ്വീറ്റ്. ഇതുവരെ ആരും ഇൻവേസീവ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും നന്നായി സംസാരിക്കും. നേരത്തെ പറഞ്ഞു കുക്കിംഗ് എനിക്ക് നന്നായി ആരെയും ഇഷ്ടപ്പെടും. ഇത് എവിടുന്ന പഠിച്ച്? എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര കുക്കിംഗ്. എൻ്റെ അമ്മൂമ്മയും എൻ്റെ വല്യമ്മയും ഭയങ്കര മാസ്റ്റർ ഷെഫ്സ് ആയിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ ഷൊർണൂർ റോട്ടിലുള്ള തൃശ്ശൂർ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന എറണാകുളത്ത് പോകുന്ന ആൾക്കാരും ഗുരുവായൂർ പോകുന്ന ആൾക്കാരും ഷൊർണൂർ പോകുന്ന ആൾക്കാരും ഞങ്ങൾക്ക് വീട്ടിൽ സ്റ്റോപ്പുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും 10 പേർക്ക് എക്സ്ട്രാ ഫുഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയാലും അമ്മയുടെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ അമ്മയുടെ സ്റ്റുഡൻസ്, അമ്മയുടെ ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ സ്റ്റുഡൻസും പേരൻസാണ്. ഞങ്ങളുടെ വീട്ടിലെ സാമ്പാർ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വിളിച്ച് പറഞ്ഞിട്ട് നാളെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പം അങ്ങനത്തെ ഒരു കിച്ചൺ നിൽക്കുമ്പോൾ അത് ഇൻഹെറൻ്റായിട്ട്. പിന്നെ എന്തല്ല ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചീനെ വരെ അത് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി അസാധ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന കുട്ടി ശാന്ത ചേച്ചി. അപ്പോൾ അത് ഇങ്ങനെ എനിക്ക് ഇടയ്ക്ക് ഫോൺ വിളിച്ചാൽ ശാന്തയ്ക്ക് ഞാൻ ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ഫോൺ വന്നാൽ ശാന്തയ്ക്ക് അറിയാം ഇന്ന് എന്താ ഉണ്ടാക്കണം, എന്താ സംശയം എന്ന് ചോദിക്കും. അങ്ങനെയാണ്. ഇപ്പം ബോംബെയിലാണ്. അപ്പം എത്രത്തോളം ഇത് ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ഇപ്പോൾ സിനിമ ഓഫർ ഒക്കെ എടുക്കുന്നത്? എങ്ങനെ? ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ്. റൈറ്റിംഗ് ഉണ്ട്. എനിക്കെല്ലാം ചെയ്യണം. ലൈഫ് ഒന്നേ ഉള്ളൂ ചേച്ചി. അപ്പോൾ അതിന് നമ്മൾ റിഗ്രറ്റ് പാടില്ല. പിന്നെ എനിക്ക് റിഗ്രറ്റ് വന്നു തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ആ ബിക്കോസ് ഒരു പേ ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആണ് ബേസിക്കലി. വെച്ചാൽ എല്ലാ മാസം നല്ല ശമ്പളം, യു ഹാവ് ദ ഫ്രീഡം ടു ഡു. പക്ഷേ എനിക്ക് ആ ആർട്സിനെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ജനിച്ചപ്പോൾ തൊട്ടുള്ള ആ കണക്ഷൻ വിട്ടുകൊണ്ടുമ്പോൾ എനിക്ക് റൂട്ട്സ് ഇല്ലാണ്ടായി തുടങ്ങിയെന്ന് ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തിരിച്ചപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് പ്രോജക്ട്സ് എടുക്കില്ല, ഓൺലൈൻ എഡിറ്റിംഗ് എടുക്കില്ല, ഡാൻസ് വെച്ചാൽ അതിന് വേണ്ടി മാത്രം. അങ്ങനെ പിന്നെ ഞാൻ മിക്കതും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചു ഞങ്ങൾ ലേറ്റായിട്ടാണ് മാരേജ് ചെയ്തതല്ലോ അല്ലേ. ഇപ്പോൾ മലയാളി സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ 30s കല്യാണം കഴിക്കുന്നത്. അപ്പം അതന്നെ ഒരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. വെരി ഹാപ്പി ഏർലി ലൈഫ്. എക്സാക്ട്ലി. അതാണ് എനിക്ക് പറയാൻ ഇഷ്ടം. അതെ. പിന്നെ അത് കാരണം നമ്മൾ 20 എല്ലാ മണ്ടത്തരങ്ങളും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെറ്റിൽഡായി. അപ്പോൾ ഒരു നല്ല ഈക്വലി ഒരു സെറ്റിൽഡ് മനുഷ്യനെ കിട്ടിയിരിക്കണം. അപ്പം അത് I would recommend anyone to wait till 30 to get married. Yes, me too. കാര്യം അത് ഇപ്പോ നേരത്തെ കല്യാണം കഴിച്ചവർ അതുകൊണ്ട് ഇപ്പോ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും നമുക്കൊരു സ്വയം ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ആരും ഞാൻ ഒരു മിസ്സസ് ഇത് മാത്രമല്ല, ഞാനൊരു റൈറ്ററാണ്, ഞാനൊരു ഡാൻസറാണ്, അല്ലെങ്കിൽ ഇപ്പം എന്തൊരു മ്യൂസിഷ്യനാണ്, എന്താ വെച്ചാലും എല്ലാം കൂടി ചേർന്ന എല്ലാതും ചെയ്യാൻ പറ്റും ചേച്ചി. ഇഫ് യു ആർ ഗുഡ് അറ്റ് വാട്ട് യു ഡു ആൻഡ് യു ഹാവ് വെരി ഗുഡ് സപ്പോർട്ട് സിസ്റ്റം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ അമ്മ. ബേസിക്കലി എന്ന് വെച്ചാൽ അത് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കരിയർ ലക്കും ഫേവർ ചെയ്യണം, ഹാർഡ് വർക്കും ഇഷ്ടം പോലെ. അപ്പോൾ അത് ടൈം മാനേജ്മെൻറ്റിലൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ. നമ്മളിപ്പം കൂടെ ഒരു സിനിമയിൽ അസിസ്റ്റൻസും അസോസിയേറ്റും കൂടെ ഉള്ളവരും ഒക്കെ ആണെങ്കിലും ഡാൻസിലെ ശിഷ്യരും ഗുരുവും തമ്മിലുള്ള ബന്ധം വേറെയാണ്. ഭയങ്കര പ്യുവർ. അതെങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഐ തിങ്ക് അത് ഏറ്റവും വലിയ ഒരു ലിമിറ്റ്ലെസ് ഇല്ലാത്തൊരു ആക്ച്വലിയാണ്. അത് എങ്ങനെയാ വെച്ചാൽ ഒരു ഗുരുവിന് എത്രയും കൊടുക്കാൻ പറ്റണോ അത് ആ സ്റ്റുഡൻറ്റ് അബ്സോർവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരും. അപ്പോൾ അതാണ് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് അല്ലേ. അത് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ശരിക്കും നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് വെച്ചാൽ അത് നമുക്കൊരു ഡബിൾ എജൻഡ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് അത്. ഇത് വെച്ചാൽ ഗുരുവിന്
സ്റ്റുഡൻറ്റിന് എത്ര കിട്ടുന്നു അത് സ്റ്റുഡൻറ്റിന് ഇനി ഗുരുവിൻ്റെ പേര് എത്ര വലുതാക്കാൻ പറ്റുന്നു അവരുടെ കല പ്രൂവ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്. പിന്നെ അമ്മേനെ കാണുമ്പോൾ അമ്മ പറയും എനിക്ക് സ്റ്റുഡൻസ് അല്ല എനിക്ക് മക്കളാണെന്നാണ് പറയുക. സോ അങ്ങനെ. ഇപ്പം അമ്മയ്ക്ക് എത്രത്തോളം അമ്മ ഒരു എന്താ പറയണ്ട മഹാഗുരു എന്നൊക്കെ തന്നെ പറയണം. കാര്യം ഇത്രയും ആദ്യകാലം തൊട്ട് ഡാൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് മക്കൾ പഠിക്കുന്നോ പഠിക്കുന്നില്ലേ എന്നല്ല, നാട് മുഴുവൻ മക്കൾ ശിഷ്യർ, ആ ഒരു തത്വം കൊണ്ടുവന്ന ടീച്ചറാണ്. ടീച്ചറെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, മനസ്സിൽ നമുക്ക് ടീച്ചറേക്കാൾ നൃത്തമാണ് വരിക. അതെ, ഉറപ്പായിട്ട്. എൻ്റെ അമ്മയെ കൊണ്ട് പറയല്ല കേട്ടോ. അടുത്ത് ബേസിക്കലി എന്താ വെച്ചാൽ അമ്മ ആക്ച്വലി കല്യാണം കഴിക്കില്ല എന്ന് വരെ തീരുമാനിച്ചതാണ് നൃത്തം. പക്ഷെ ആ സമയത്താണ് അച്ഛനെ മീറ്റ് ചെയ്യണം. അച്ഛൻ അപ്പം അങ്ങനെ അവരുടെ ഒരു ലവ് സ്റ്റോറി അങ്ങനെയാണ് അച്ഛൻ അതായി. പക്ഷെ കലാകാരി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ നൃത്തം അമ്മ ആനിമേറ്റഡ് ആണ്. അമ്മ ഡാൻസിനെ പറ്റി സംസാരിക്കുക, അമ്മയുടെ ചിരി ഇവിടെ കണ്ണിലാണ് കാണുക. പ്രകാശ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്രയും എക്സൈറ്റഡ് ആണ്. ഹസ്ബൻഡ് സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം ഒറ്റയ്ക്കാണ് ഹണിമൂണിങ്. അപ്പോൾ നാളെ ലൊക്കേഷനിൽ പോവാണ്. അപ്പോൾ ഭാര്യയ്ക്കും ഒന്ന് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. എത്രത്തോളം അങ്ങനെയൊക്കെ പോകാറുണ്ട്? അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പ്രതീക്ഷ ഞാൻ വേറെ പ്രൊഡക്ഷൻ്റെ എല്ലാം അങ്ങനെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഹി ഡസൻ അപ്രീഷിയേറ്റ്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് പ്രതീക്ഷ വർക്ക് ചെയ്യുന്നത് അടുത്തുനിന്ന് തന്നെ എക്സ്പീരിയൻസ്. ആഡിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്, അത് ബോംബെയിൽ തന്നെയാണ്. 1 or 2 days ഷൂട്ട്സ്. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും വർക്ക് സ്പേസ് ഇസ് സീക്രട്ട്. അപ്പോൾ അത് ഞാനും ഇൻ്റർഫിയർ ചെയ്യില്ല. ഒയ്യോ ലോനപ്പൻ്റെ മാമോദി സെറ്റിൽ ഞാനൊന്ന് എല്ലാവർക്കും പ്രതീക്ഷനെ മീറ്റ് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കൈയും കാലൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. പ്രതീക്ഷ അങ്ങനെയാണ്. അതെൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ലൊക്കേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്താ പറയുക വെച്ചാൽ നമ്മളെന്തിനാ അവരുടെ വർക്ക് സ്പേസിൽ വേറൊരാൾ വരുമ്പോൾ എത്ര സെക്യൂർ ആളാ ചിലപ്പോൾ ആരാ എന്താ വിചാരിക്കുക എന്നൊരു ഫീലിംഗ് മനസ്സിൽ വരരുത്. എനിക്ക് ബോംബെ സിറ്റി എന്ന് പറഞ്ഞാൽ ഫാഷൻ, ആ തിരക്ക് പിടിച്ചൊരു ഫാസ്റ്റ് ലൈഫ്, നൈറ്റ് ലൈഫ്, ഇതൊന്നും അല്ല. എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് രാത്രി 2 മണിയായാലും സ്ത്രീകൾ സഞ്ചരിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള വേഷം ഇടുന്നതും ഷോർട്ട്സ് ഇട്ട് പോകുന്നതും ഹാപ്പി ആയിട്ട് അവർ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ആളെ നോക്കാത്ത ക്വാളിറ്റി അല്ല, അവരെത്രത്തോളം അവരെ ക്യാരി ചെയ്യുന്നു എന്നുള്ളത്. എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ അത് ചിലപ്പം ഒരു മെക്കാനിക്കലായിരിക്കാം. പക്ഷെ ആ മെക്കാനിക്കലും ഇന്നത്തെ കാലത്ത് വളരെ പോസിറ്റീവാണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ബോംബെന്ന് ആൾക്കാർ പറയുമ്പോൾ ഞാൻ ബോംബെന്ന് തന്നെ പറയട്ടെ, ഞാൻ മുംബൈ എന്ന് പറയാൻ എനിക്ക് അത് ഇഷ്ടമില്ല. ബോംബെ ഈസ് ലൈക്ക് എ ഫീലിംഗ് എന്ന് പറയും. സോ എനിക്ക് ഏറ്റവും ബോംബെ ഇഷ്ടം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോവാണ്, 1:30 ഒരു ബുക്ക് എടുത്ത് വായിക്കണം. ഒരു 2 മണി വരെ തുറക്കുന്ന ഒരു കോഫി ഷോപ്പ് വെച്ചാൽ എന്നെ ആരും ഒന്നാമത് വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല, എന്നാരും ഇറങ്ങിപ്പോവാൻ പറയില്ല. എനിക്ക് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ കിട്ടും, അല്ലെങ്കിൽ ടാക്സി, അല്ലെങ്കിൽ ട്രെയിനിലും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ്. ഞാൻ രാത്രി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിന്, അത് വീട്ടിൽ ടൗൺ ശരിക്കില്ല ബോംബെ, അത് അന്തേരി വരെ പോവാൻ. അങ്ങനല്ലേ. അപ്പോൾ അവിടുന്ന് പോവാൻ ഞാൻ 4 മണിക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എനിക്ക് പിന്നിൽ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. വേറെ എല്ലാ സിറ്റിയിലും ഞാനൊന്ന് കോൺഷ്യസ് ആവും. ഞാൻ ഷാഡോസ് നോക്കും. ബോംബെയിൽ ഐ ഡോണ്ട് ഹാവ് ടു. അതാണ് എനിക്ക് ബോംബെനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ളത്. എന്നുവെച്ചാൽ ഒരു ഇൻഡിപെൻഡൻസ്, നമ്മളെ മെയ്ഡപ്പ് ചെയ്ത സിറ്റിയോട് നമുക്ക് വല്ലാത്തൊരു പ്രണയം. നമ്മളെ സ്ട്രീറ്റ് സ്മാർട്ട് ആക്കും, നമ്മളെ ടഫ് ലെസൺസ് പഠിപ്പിക്കും, നമ്മളെ സ്വന്തം സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും, ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിപ്പിക്കും, നമ്മുടെ വോയിസസിനെ മാറ്റർ ചെയ്ത് തുറന്ന് സംസാരിക്കാൻ പഠിപ്പിക്കും. എന്നുവെച്ചാൽ എസ്പെഷ്യലി ഞാനൊരു പ്രൊട്ടക്റ്റഡ് ഫാമിലിയാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ വരെ ഡ്രൈവറുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് ബോംബെയിലാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ നോക്കണോ, അയ്യോ ഇങ്ങനെ നടന്നേ. ഇപ്പം എനിക്ക് ബ്ലൈൻഡേഴ്സ് ആണ്, ആരും നോക്കില്ല, ഞാൻ ഫ്രീ ആണ്. സോ അത് I can see more brilliant faces than beautiful faces. Exactly. And every face has a story. Yes. അതാണ് ഒരു രസം. പിന്നെ അതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ത്യയിൽ ഷോപ്പിംഗ് പിന്നെ പറയാൻ ഈവൻ വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. എക്സാക്ട്ലി. ചേച്ചി വരും ഒരു ദിവസം അനുവിനെയും കൂട്ടി, നമുക്ക് എന്തായാലും ഷോപ്പിംഗ്. യെസ് ഷുവർ. നമുക്ക് അതെന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ശരി, അല്ല ഷോപ്പിംഗ് അത് പിന്നെ പറയണ്ട. ഇപ്പം നമുക്ക് 500 രൂപ വെച്ചാലും 50 ലക്ഷം വരെയുള്ള സാധനങ്ങൾ കിട്ടും. അതിൻ്റെ ഒരു എല്ലാവരും ഇൻക്ലൂസീവ് ആണ്. എത്ര നിങ്ങളുടെ പോക്കറ്റിൽ, പ്രൈസിലല്ലോ, പ്രൈസിലല്ല. ഇറ്റ്സ് റിയലി നൈസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു. പക്ഷേ ഈ തൃശ്ശൂരും എത്രത്തോളം അങ്ങനെ രാത്രി സഞ്ചരിക്കാൻ പറ്റും, എങ്ങനെ അത് മാനേജ് ചെയ്യും?
അതെ ചേച്ചി, തൃശ്ശൂർ ഞാൻ പണ്ട് ജനിച്ചു വളർന്ന സമയത്ത് 6 മണി കഴിഞ്ഞാൽ സ്ത്രീകളെ കാണാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര മാറി. 9-10 മണി അത് പോസിറ്റീവായിട്ട് തന്നെ മാറ്റും. അത് എന്തുകൊണ്ടാ കാര്യം? ഇപ്പം കടയിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചാനലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റൽസിൽ കോൾ സെന്റേഴ്സ് ഉണ്ട്. അത് എന്തുകൊണ്ടാ നമ്മുടെ സൊസൈറ്റി ഒന്നായിട്ട് മാറുമ്പോഴാണ് ഫീമെയിൽസിന് ഒരു എംപവർമെന്റ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഞാൻ നന്നായിട്ട് കാണും. ആ എംപവർമെന്റിലാണ് നമ്മളത് ശരിക്കും കണക്ട് ചെയ്യുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റിലും ഫിനാൻഷ്യൽ എംപവർമെന്റിലും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ്. പക്ഷെ പിന്നെ അതുമല്ല, നമ്മളുടെ ഒരു കൊച്ചു തൃശ്ശൂർ നഗരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തൃശ്ശൂർ മാറുന്ന ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ വടക്കുന്നാഥൻ ക്ഷേത്രവും പാർമിക്കാവ്, അമ്പലം, തിരുവമ്പാടി, എനിക്ക് അങ്ങനെയൊക്കെ മതി. പക്ഷേ നമുക്ക് തൃശ്ശൂർ പോകാൻ എല്ലാവരും ഫാമിലിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ബോംബെയിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്ത് എത്തുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് സമയമാവും. ഇപ്പം എല്ലാ ഷോപ്സും ഇപ്പം നമ്മളൊരു ട്രെയിനിൽ വന്നിറങ്ങി നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ചുറ്റും ഷോപ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റിയുടെ ആ സിറ്റിയുടെ സൈക്കിൾ അങ്ങനെയാണ്. ഇറ്റ്സ് എ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്സ്. തൃശ്ശൂർ സ്ലീപ്സ് അറ്റ് 9 or 10. ഇവ ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത് ഓക്കെ ഇഷ്ടത്തോടു കൂടി വന്നു, അല്ലെങ്കിൽ ചെയ്തു, കിട്ടി, ലഭിച്ചു, ഓക്കെ. ഫസ്റ്റ് ടേക്ക് എത്ര പോയി, എങ്ങനെയായിരുന്നു? ആക്ച്വലി VKP സാറിൻ്റെ ആണല്ലോ റോക്ക് സ്റ്റാറിൻ്റെ കാര്യം പറയുമ്പോൾ ആള് ഭയങ്കര സ്മാർട്ടായിട്ട് ഞങ്ങളെ കംഫർട്ടബിൾ ആക്കിയും സോങ് കട്ട്സ് മാത്രം എടുത്തു. അത് VKPയുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ജോവിയലാണ്, ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ അത് സാധനം അപ്പോൾ അതൊന്നും അധികം ടേക്സ് ഒന്നും വന്നില്ല. അപ്പോൾ ലിയോ സാറിൻ്റെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു. അത് ഫസ്റ്റ് 2 ടേക്സിലൊക്കെ ഓക്കെയാണ്. കാര്യം ഇപ്പം 3-4 സിനിമകളൊക്കെ ആയി. ഇനിയിപ്പം ലോനപ്പൻ്റെ മാമോദീസ 2019 റിലീസ് ഉണ്ട്. അതൊക്കെ അപ്പം ഇറ്റ് ഫോളോസ്. ഇനിയിപ്പം അടുത്ത പ്രോജക്റ്റ് ഒക്കെ ആയോ, സംസാരിച്ചോ, തിരക്ക് പിടിച്ചൊരു നടിയായോ? അവിടെ നിന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ എപ്പോഴും ബ്രേക്ക് വന്നു. ബിക്കോസ് റോക്ക് സ്റ്റാർ കഴിഞ്ഞ് 6 months കല്യാണമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സെറ്റിൽ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് നല്ല പടങ്ങൾ കിട്ടുക ചെയ്യണമെന്നാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് തീരെ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പറയാം എന്തെങ്കിലും ഒന്ന് പോയി ചെയ്തുകൂടെ. സോ ഐ എം ലക്കി ദാറ്റ് വേ. നോട്ട് എല്ലാവരും അങ്ങനെ ലക്കാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ മൂവിയിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ താങ്ക് യു. അപ്പോൾ അത് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. Bye.